ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2026 UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. കുറച്ച് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പൊളിറ്റി. അതുകൊണ്ടാണ് പൊളിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം, കേരള PSC എക്സാം തുടങ്ങിയ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്. ഈ എല്ലാ എക്സാംസിനും എന്തുണ്ട്, പൊളിറ്റിയുടെ സിലബസിൽ പൊളിറ്റി ഉണ്ട്. അത് നമ്മൾ പഠിക്കുക വേണം. നമ്മൾ CSE 2026 CSEക്ക് വേണ്ടിയിട്ട്, സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. അതിന്റെ 7th എഡിഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 92 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അത് നമ്മളൊരു 100 ലെക്ചേഴ്സ് ആയിട്ട് കവർ ചെയ്യും. പിന്നെ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട്, സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പഠിക്കാനും അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റി. പിന്നെ എങ്ങനെയാണ് പൊളിറ്റി പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ചാപ്റ്റർ 1 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല പഠിക്കുന്നത്. ആദ്യത്തെ പാർട്ട് 1 കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പഠിച്ചു പോവാം. പക്ഷെ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പൊളിറ്റി നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു എക്സാം എടുത്തോട്ടെ, ആദ്യം നമ്മൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്, എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും എക്സാമിന്റെ പാറ്റേൺ എന്താണ്, എക്സാമിന്റെ സ്റ്റേജസ് എന്താണ്, ഇതൊക്കെയല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് വന്നിട്ട് സിലബസ് കവർ ചെയ്യുമല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊളിറ്റി പഠിക്കുമ്പോഴും ആദ്യം വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് നോക്കുകയാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നത്. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, പൊളിറ്റി നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പഠിച്ചു പോവാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചു പോവാം. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ എന്ന ചാപ്റ്റർ, അതായത് ചീഫ് മിനിസ്റ്റർ ആണ് ആദ്യം, ചാപ്റ്റർ 31 എന്ന് തോന്നുന്നു. ഓക്കെ, ആദ്യം ചീഫ് മിനിസ്റ്റർ പഠിക്കുക, അതിന്റെ ഒപ്പം തന്നെ എന്ത് പഠിക്കുക, പ്രൈം മിനിസ്റ്റർ എന്ന ചാപ്റ്റർ പഠിക്കുക. അത് ആ ഒരു ഓർഡറിലല്ല കൊടുത്തേക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഒരുമിച്ച് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴാണ് കുറച്ച് നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. സോ ഇതെന്ത് ചെയ്യുക, ഇതൊരുമിച്ച് പഠിക്കുക. പിന്നെ UPSC, സ്റ്റേറ്റ് PSC, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഇതിൽ NCSC, NCST ഒക്കെ ഒരുമിച്ച് കിടക്കുന്നതാണ്. പക്ഷെ NCBC ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് NCBC വരുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സും, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസും ഒക്കെ ഒരുമിച്ച് പഠിക്കും. കാരണം ഇതൊക്കെ വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അത് ഒരുമിച്ച് പഠിച്ചാൽ നമ്മൾ മറന്നു പോകത്തില്ല, കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സോ പൊളിറ്റി കൂടുതൽ ചാപ്റ്റേഴ്സും ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ അതെന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുക, ഒരു ഓർഡറിലല്ല നമ്മൾ പഠിച്ചു പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ പൊളിറ്റി പഠിക്കേണ്ടത്. പിന്നെ അടുത്തതാണ് വാട്ട് ടു സ്റ്റഡി, എന്താണ് പഠിക്കേണ്ടത്. നമ്മൾ പൊളിറ്റിക്ക് വേണ്ടിയിട്ട്, സിവിൽ സർവീസ് എക്സാമിനേഷൻ 2026 പൊളിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് പഠിക്കേണ്ടത്, നമ്മൾ ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പിന്നെന്താണ്, PYQs പഠിക്കണം, റിവിഷൻ നടത്തണം. ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നോട്ട്സ് അവൈലബിൾ ആണ്, ഗൈഡൻസ് അവൈലബിൾ ആണ്, ക്ലാസ്സുകൾ യൂട്യൂബിലും ലഭിക്കും. സോ ഇതിന്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. എന്താണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്, പിന്നെ PYQs നോക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ പൊളിറ്റിയുടെ തന്നെ എടുത്തിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക, നമ്മുടെ ദ ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ഒരു മന്ത്ലി മാഗസീന് ഫോളോ ചെയ്യുക. പിന്നെ പൊളിറ്റി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് വരിക. ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, NCERT തന്നെ സ്റ്റാർട്ട് ചെയ്യുക. NCERT ആദ്യം ഇരുന്നിട്ട് പഠിക്കുക.
അതുപോലെ തന്നെ ഡെയിലി റിവിഷൻ നടത്തണം. ഡെയിലി പഠിക്കുന്നത് റിവൈസ് ചെയ്യുക. കാരണം എന്താണ്, പൊളിറ്റി UPSC CSE പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. പിന്നെ എന്താണ്, അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് എന്ത്, പൊളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പൊളിറ്റിയിൽ കുറെ അധികം ടോപ്പിക്സ് പഠിക്കാനായിട്ട് ഉണ്ട്. ഇതെല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യും, മാറിപ്പോവും അല്ലെ മറന്നുപോകും. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ നമുക്ക് പൊളിറ്റി ചാപ്റ്റർ 1 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഉണ്ട്, അമെൻഡിംഗ് ആക്ട് ഓഫ് 1781 ഉണ്ട്, പെറ്റ്സിന്റെ ആക്ട് ഓഫ് 1784 ഉണ്ട്. ഇങ്ങനെ എന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുൾ എന്താണ്, ഓരോ ആക്ടുകളും അത് കൊണ്ടുവന്നിരിക്കുന്ന വർഷങ്ങളുമാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താണ്, പെട്ടെന്ന് നമുക്ക് മാറിപ്പോവാനോ അല്ലെ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചത് കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ്, വീണ്ടും കുറെ വർഷങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഈ വർഷങ്ങൾ വരുന്നത് ഒരു പേപ്പറിലേക്ക് ചാപ്റ്റർ 1 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് വരുന്ന വർഷങ്ങളൊക്കെ എന്താണ് എഴുതി വെക്കുക. ഇനി ചാപ്റ്റർ 2 മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് വരുന്ന വർഷങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ ഇതുപോലെ തന്നെ റിവിഷനും നടത്തുക. ഡെയിലി എന്ത് ചെയ്യുക, നമ്മള് റിവിഷൻ നടത്തുക. അതുപോലെ ഒരു വീക്ക്ലി റിവിഷൻ നടത്തുക. ആ ഒരു ടൈമിൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇയേഴ്സ് അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകും. ഒരു പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തെ, അതായത് മറന്നു പോകും അല്ലെ മാറിപ്പോവും എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. സോ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ ആയിട്ട് റിവിഷൻ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തുക. ഇപ്പൊ ഒരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു റിവിഷൻ കൂടി, ഓക്കെ ഞാൻ ഈ ഒരു മാസം ഇത്ര റിവിഷൻ നടത്തിയിരിക്കും എന്ന് കൂടി ആ ഒരു ടൈം ടേബിളിൽ ആഡ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, ആ ഒരു റിവിഷൻ നടത്തുകയും ചെയ്യുക. പ്രോപ്പർ റിവിഷനിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ മറന്നു പോവുക, മാറിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പൊളിറ്റി ഒത്തിരി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ എന്താ പഠിക്കുന്നത്, നമുക്ക് എല്ലാം വളരെ സിമ്പിൾ ആണ്. ഇതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മാറിപ്പോവാനോ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് മറന്നു പോകാനോ സാധ്യതയുണ്ട്. അത് നമുക്ക് റിവിഷനിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഇത് ഒത്തിരി കൂടുതൽ ടൈം ഞാനിതിൽ കളയുന്നില്ല. നമ്മൾ നാളെ തൊട്ട് ഓരോ ചാപ്റ്റേഴ്സ് ക്ലാസ്സസ് കൊണ്ടുപോകും. പൊളിറ്റി മാത്രമല്ല എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് പ്ലസ് ഗൈഡൻസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതി. നോട്ട്സ് പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടൊരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താണ്, ഈ വീഡിയോ UPSC CSE പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ നാളെ തൊട്ട് പൊളിറ്റിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താങ്ക് യു.